ഹലോ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് IBSA എക്സാമിന്റെ ഫസ്റ്റ് ടയറിന്റെ റിസൾട്ട് ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്. ഇനി ടയർ 2 കംപ്ലീറ്റ് പ്രോസസ് എങ്ങനെയാണ്, അപ്പൊ വിശദമായിട്ട് നമുക്ക് ആ ഒരു ടയർ 2 കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യണം. അതേപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതിയെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ IBSA ഫസ്റ്റ് ടയറിന്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ നമ്മളുടെ സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ടയർ 2 വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഓൾമോസ്റ്റ് മോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് അവർ ഫസ്റ്റ് ടൈം എക്സാം എഴുതിയപ്പോൾ തന്നെ കോൺഫിഡന്റ് ആയിട്ട് ഷുവർ ആയിട്ട് വന്ന് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ IBSA ടയർ 2 വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഏറ്റവും പുതിയ ബാച്ച് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് പ്രൊഫൈൽ ടയർ 2 ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോറും നിങ്ങളുടെ കാറ്റഗറി ഏതാന്ന് കൂടി ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. കാര്യം നമുക്ക് ഓരോരുത്തർക്കും വരുന്നതിന് കട്ട് ഓഫ് നമുക്ക് എത്രയാന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എത്ര മാർക്ക് വന്നവർ വരെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നൊന്ന് അറിയാൻ, ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ ഏതാന്ന് കൂടി ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമുക്കപ്പോ ഓവറോൾ ചെയ്ത് പോകുമ്പോൾ നമുക്കും ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റുഡൻസിനും എത്ര മാർക്ക് വരെ ഉള്ളവർക്ക് റാങ്കിൽ ഇതിന് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025 ടയർ 1 എക്സാം കഴിഞ്ഞ് ടയർ 2 പോകുന്ന സമയത്ത് നമുക്ക് ടയർ 2 പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ ആൻഡ് പേപ്പർ മോഡാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം ആയിരിക്കും. അതില് നിങ്ങൾക്കൊരു പാസേജ് ഉണ്ടാകും. അതായത് 500 വേർഡ്സിന്റെ ഒരു പാസേജ്. ഞാൻ ഇവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി ടു ഇംഗ്ലീഷ് ടു ഹിന്ദി എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നത്. അപ്പൊ നമ്മളിവിടെ കേരളം ആയതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് മലയാളം തന്നെയായിരിക്കും. അപ്പൊ ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ്, മീൻസ് ഒരു പാരഗ്രാഫ് അല്ല, ഒരു പാസേജ് ഉണ്ടാകും, ഒരൊറ്റ പാസേജ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യണം, മലയാളത്തിൽ നമ്മൾ പെൻ ആൻഡ് പേപ്പറിൽ എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അത് മലയാളത്തിലായിരിക്കും. അത് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഞാൻ പറഞ്ഞ എഴുതി എടുക്കേണ്ടതാണ്. അപ്പൊ ടോട്ടൽ മാർക്സ് കഴിഞ്ഞാൽ 50 മാർക്കേ വരുന്നുള്ളൂ. ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 1 മണിക്കൂർ സമയം നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 20 മാർക്ക് പാസ് ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ മതിയാകും. എക്സ് സർവീസ്മാൻ അത്രയും മാർക്ക് വേണ്ട, അതിലും കുറഞ്ഞ മാർക്ക് മതിയാകും. അപ്പോൾ ഈ ടയർ 2 എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ക്വാളിഫൈങ് നേച്ചർ മാത്രമായിരുന്നു വരുന്നത്. ടയർ 1 മാർക്കും ടയർ 3 ഇന്റർവ്യൂവിന്റെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പം നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IBSA ഒരു MTS പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ടയർ 2 ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ആ ഒരു ഇത് കാര്യം നോക്കിയാൽ വി ഹാവ് 2 പാസേജസ്, 1 ഇൻ ഇംഗ്ലീഷ് ആൻഡ് 1 ഇൻ മലയാളം. നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണ്, മലയാളം ആയതുകൊണ്ട് ഒരെണ്ണം ഇംഗ്ലീഷിലും ഒരെണ്ണം മലയാളത്തിലും ഉണ്ട്. ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് റെസ്പെക്റ്റീവ്ലി. അതായത് മലയാളം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇനി ഇമ്മീഡിയറ്റ്ലി അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യാനായിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ. ആ ഒരു പാസേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. ഇനി എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ട് എങ്കിൽ നമുക്ക് ഇൻവിജിലേറ്ററിനെ അറിയിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെയിം ആൻസർ ഷീറ്റിലാണ് ബോത്ത് ട്രാൻസ്ലേഷൻസും നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, ബ്ലൂടൂത്ത്, അതർ കമ്മ്യൂണിക്കേറ്റ് ഡിവൈസസ് ഒന്നും തന്നെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, എക്സാം ഹാളിൽ കയറ്റാൻ പാടില്ല. ഇനി ക്വസ്റ്റ്യൻ ക്യാൻ ടേക്ക് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആഫ്റ്റർ ദ എക്സാം കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എടുക്കാം. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 1 hour ആണ് എക്സാം ടൈം വരുന്നത് കേട്ടോ. ഇത് എസ്സേയുടെ നമ്മുടെ MTS ആണ്. ഈ വരുമ്പോൾ 50 മാർക്കാണ് കേട്ടോ. നമുക്ക് MTS അല്ല, നമ്മുടെ IBSA സെക്യൂരിറ്റി അസിസ്റ്റന്റിലേക്ക് 50 മാർക്കാണ്. അതിൽ 20 മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതിയാകും. ഇനി അതേപോലെ തന്നെ ഇത് നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്.
ഇത് നമുക്ക് ഇംഗ്ലീഷിൽ തന്നിരിക്കുന്നത്, അതായത് ഇംഗ്ലീഷ് ടു മലയാളം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരൊറ്റ പാസേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പാസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ജസ്റ്റ് ട്രാൻസ്ലേഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് വേണ്ടത്. അതിൽ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, അതായത് ടെൻസസും പ്രിപ്പോസിഷനും വെർബും നൗണും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ഓരോ വേർഡ്സും ഇന്ത്യ, വാസ്റ്റ്, കൺട്രി എന്ന് പറഞ്ഞ് പെറുക്കി ലിറ്ററലി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ ആശയം വ്യത്യാസം ഉണ്ടാകും, നമുക്ക് അവിടെ അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹിന്ദി തന്നിരിക്കുന്നതാണ്, ഇത് മലയാളത്തിലായിരിക്കും, നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ രണ്ട് രീതി എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായൊരു ഗൈഡൻസ് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ IBSA ടയർ 2 വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതായത് ഏറ്റവും ബേസ് ആണ് ടെൻസ്, അതുപോലെ ആർട്ടിക്കിൾസ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വൊക്കാബ്സ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. എസ്പെഷ്യലി നമ്മുടെ IB സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി സ്വഭാവം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈക്ക് നമ്മുടെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വേർഡ്സ് നമ്മൾ കാണാതെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഇനി അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്റർവ്യൂ കൂടെ കൂടിയിട്ടുള്ള ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടയർ 2+ ഇന്റർവ്യൂ കൂടെ ടയർ 3 കൂടെ കൂടിയിട്ടുള്ള ബാച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വീക്കിലി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, അത് ഹിന്ദു ആവട്ടെ, ന്യൂസ് പേപ്പർ വെച്ചിട്ട് മെയിൻ ഹെഡ്ലൈൻസ് വെച്ചിട്ട് വീക്കിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് ലൈവ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതിന്റെ വൊക്കാബ് പ്രാക്ടീസും തരുന്നുണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് പേപ്പർ കറക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി വായിക്കാനുള്ള ആർട്ടിക്കിൾസും, അതായത് നിങ്ങൾക്ക് കുറച്ച് റെഫറൻസ് വേണം. ഇപ്പൊ ഇന്റർവ്യൂവിന് വരുമ്പോൾ തന്നെ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ അഫയേഴ്സും തുടങ്ങി കുറച്ച് കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 50-ലധികം ട്രാൻസ്ലേഷൻ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കറക്ഷൻ ആണ്, നിങ്ങൾ തന്നെ സ്വയം ചെയ്തിട്ട് നമുക്ക് ഇൻഡിവിജ്വലി തിരിച്ചയച്ച് നമ്മളത് ചെക്ക് ചെയ്ത് നിങ്ങളെ ആ ഒരു ലെവലിലേക്ക് ഹൈക്ക് ചെയ്യുന്ന മാക്സിമം സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഴ്സ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ പാനൽസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകുന്നത്. എക്സാം കഴിയുന്നവരെ നിങ്ങളുടെ കൂടെ നമ്മൾ ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ IBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ മികച്ച ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അഡ്മിഷൻ എടുക്കാനായി എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ അല്ലെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. മെന്റർ കം ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.